പ്രപഞ്ചം എന്നും നമുക്കൊരു വിസ്മയമാണ്. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് നമ്മൾ ബഹിരാകാശത്തിനെ നിരീക്ഷിക്കുന്നത്. ഭീമാകാരമായ ഗാലക്സികൾ തമ്മിലുള്ള കൂടിച്ചേരൽ, തീവ്രമായ നക്ഷത്ര വിസ്ഫോടനങ്ങൾ, പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയകൾ, ബ്ലാക്ക് ഹോളുകൾ തമ്മിലുള്ള ഭയാനകമായ കൂട്ടിയിടികൾ, അങ്ങനെ ഓരോ നിമിഷവും പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യധികം വിസ്മയാവഹമായ പല കാര്യങ്ങളും ഇത്രയും കാലത്തെ ബഹിരാകാശ പര്യവേഷണത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിസ്മയങ്ങളും കാണണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ മനുഷ്യന്റെ നിസ്സാരമായ ആയുസ്സിന്റെ ദൈർഘ്യത്തിനിടയിൽ എല്ലാം നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വളരെയേറെ അത്ഭുതകരമായ ചില അപൂർവ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1986 ചരിത്രത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കാനിടയായി. അതാണ് ചെർണോബിൽ ഡിസാസ്റ്റർ. ഉക്രൈനിലെ ചെർണോബിൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഒരു റിയാക്ടർ അനിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ വിസ്ഫോടനത്തിൽ നിന്നും വൻതോതിലുള്ള റേഡിയേഷനാണ് പുറത്തുവന്നത്. വൻതോതിലെന്ന് വെച്ചാൽ ഹിരോഷിമയിൽ സംഭവിച്ച അണുബോംബ് വിസ്ഫോടനത്തിൽ നിന്നും വമിച്ചതിന്റെ 400 മടങ്ങ് ശക്തമായ റേഡിയേഷനാണ് ചെർണോബിൽ ദുരന്തത്തിൽ നിന്നും പുറത്തുവന്നത്. അനന്തരഫലമായി അതിനു ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ മനുഷ്യവാസയോഗ്യമല്ലാതെയായി മാറി. അങ്ങനെ ആ പ്രദേശങ്ങൾ മുഴുവൻ അടച്ചു പൂട്ടേണ്ടി വന്നു. ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ എന്നാണ് ഈ പ്രദേശത്തിനെ പറയുന്നത്. ഏകദേശം 2600 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഈ സോണിന്റെ വിസ്തീർണത. ഈ പ്രദേശം മുഴുവൻ ഇന്നും മനുഷ്യവാസമില്ലാതെ വിജനമായിട്ട് കിടക്കുകയാണ്. ഈ ദുരന്തം ആവാസ വ്യവസ്ഥയിൽ ഇത്രയേറെ ക്ഷതമേൽപ്പിച്ചതുകൊണ്ട് ചെർണോബിൽ വീണ്ടും മനുഷ്യവാസ യോഗ്യമാകണമെങ്കിൽ ഇനിയും 20,000 വർഷങ്ങൾ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. 20,000 വർഷങ്ങളെന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യരാശി ഉണ്ടായിരിക്കുമോ എന്നത് തന്നെ സംശയമാണ്. ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ തീർച്ചയായും ഒരു ടൈപ്പ് 2 സിവിലൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതായത് സ്വന്തം നക്ഷത്രത്തിനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പുരോഗമന സമൂഹം. സൗരയൂഥത്തിലെ നരകതുല്യമായ ഗ്രഹമായിട്ട് പരിഗണിക്കുന്ന വീനസിനെ വരെ ടെറാഫോം ചെയ്ത് ഭൂമിയെ പോലത്തെ വാസയോഗ്യമായ ഒരു ഗ്രഹമാറ്റി മാറ്റിയെടുക്കാൻ അന്ന് നമുക്ക് കഴിയും. അപ്പോൾ പിന്നെ ചെർണോബിലിനെയൊക്കെ വാസയോഗ്യമാക്കി മാറ്റുന്നത് നമുക്ക് നിസ്സാരമായിരിക്കും. സൗരയൂഥത്തിലെ ഔട്ടർ പ്ലാനറ്റ്സ് ആയ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 4 ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയും ഹീലിയോസ്ഫിയറിന് പുറത്തുള്ള ബഹിരാകാശത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയും 1977 നാസ 2 പേടകങ്ങളെ വിക്ഷേപിച്ചു. വോയേജർ 1ഉം 2ഉം. നമ്മുടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള പേടകങ്ങളാണ് വോയേജർ പേടകങ്ങൾ. ഇവയിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 46 വർഷങ്ങളായിട്ട് ബഹിരാകാശത്തിലൂടെ പായുന്ന ഈ പേടകങ്ങൾ ഇപ്പോൾ സൗരയൂഥത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള യാത്രയിലാണ്. നിലവിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു വോയേജർ 1 പേടകമാണ്. തൊട്ടു പിന്നാലെ വോയേജർ 2ഉമുണ്ട്. ഏറ്റവും അകലെ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 160 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ് വോയേജർ 1. എന്നുവെച്ചാൽ 2300 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിൽ. ഇത് വലിയൊരു ദൂരമായിട്ട് തോന്നിയാലും ശരിക്കും ഇതിന് സൗരയൂഥത്തിന്റെ അതിര് കടന്നു പോകണമെങ്കിൽ ഇനിയും 10,000 കണക്കിന് വർഷങ്ങളെടുക്കും. കാരണം ഊർട്ട് ക്ലൗഡ് എന്നൊരു മേഖലയാണ് സൗരയൂഥത്തിന്റെ അതിര്. ഏകദേശം 2000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരം മുതലാണ് ഊർട്ട് ക്ലൗഡ് മേഖല തുടങ്ങുന്നത് തന്നെ. അവസാനിക്കുന്നതാണെങ്കിൽ ഏകദേശം 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലും. വോയേജർ പേടകങ്ങൾക്ക് ഊർട്ട് ക്ലൗഡ് മേഖലയുടെ തുടക്കത്തിലെത്താൻ പോലും ഇനിയും 300 വർഷങ്ങളിൽ കൂടുതൽ സമയമെടുക്കും. അവിടെ എത്തിയാലും ഊർട്ട് ക്ലൗഡ് കടന്നു പോകാൻ വീണ്ടും 30,000 വർഷങ്ങൾ വേണം. ഇനിയും 40,000 വർഷങ്ങൾ കഴിയുമ്പോൾ വോയേജർ 1 ഗ്ലീസെ 445 എന്ന മറ്റൊരു നക്ഷത്രത്തിന് സമീപത്തുകൂടെ പറന്നുപോകും. അടുത്തെന്ന് പറയുമ്പോൾ 1.5 പ്രകാശ വർഷങ്ങൾക്കകലെ ആയിരിക്കും ഇത് പോകുന്നത്. ആ നക്ഷത്രത്തിന് ചുറ്റും വലം വെക്കുന്ന ഗ്രഹങ്ങളിൽ അന്നൊരു പുരോഗമന സമൂഹമുണ്ടെങ്കിൽ അവരൊരുപക്ഷെ നമ്മുടെ വോയേജർ പേടകത്തിനെ കാണാനും പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ അവരത് കൈവശപ്പെടുത്തിയാൽ അതിനുള്ളിൽ നമ്മൾ വച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ റെക്കോർഡിനെ അവർക്ക് കാണാൻ കഴിയും.
മനുഷ്യരാശിയുടെയും ഭൂമിയുടെയും കഥ പറയുന്ന ഒരു കൂട്ടം ചിത്രങ്ങളും ശബ്ദരേഖകളുമാണ് ആ ഗോൾഡൻ റെക്കോർഡിൽ നമ്മൾ ശേഖരിച്ചു വച്ചിട്ടുള്ളത്. അതിനു പുറമെ നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ കാന്തിക വലയം ഒരുപാട് കാലങ്ങൾ കൂടുമ്പോൾ പൂർണ്ണമായും തിരിയും. അതായത് നോർത്ത് പോൾ സൗത്തിലാകും, സൗത്ത് പോൾ നോർത്തിലുമാകും. എന്നുവെച്ച് ഭൂമി തലകുത്തനെ മറിയുമെന്നല്ല, അതിന്റെ കാന്തിക വലയത്തിന്റെ ധ്രുവങ്ങളാണ് തിരിയുന്നത്. ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും കൃത്യമായ ഇടവേളകളിലൊന്നുമല്ല സംഭവിക്കുന്നത്. ഒരുപക്ഷെ 4.5 ലക്ഷം വർഷങ്ങളുടെ ഇടവേളകളിലായിരിക്കും ഇത് സംഭവിക്കുന്നതെന്ന സംശയമുണ്ട്. പക്ഷേ അവസാനമായിട്ട് സംഭവിച്ചത് ഏകദേശം 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഏതാനും ചില ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് തിരിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇങ്ങനെ തിരിയുന്ന സമയത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കുറയും. അത് പക്ഷേ ഭൂമിയിൽ വലിയ മാരകമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കില്ല. കാരണം കാന്തിക വലയം കുറച്ചു കാലത്തേക്ക് ദുർബലമായാലും ഭൂമിയെ സംരക്ഷിക്കാൻ ഭൂമിക്ക് കട്ടിയുള്ള നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഒരുപക്ഷെ മാഗ്നറ്റിക് ഫീൽഡിനെ ആശ്രയിച്ച് ദേശാടനം നടത്തുന്ന പക്ഷികൾക്കും അതിന് സമാനമായ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഉപയോഗിക്കുന്ന മറ്റു ജീവികൾക്കും അത് ചിലപ്പോൾ കുറച്ചു കാലത്തേക്കൊരു പ്രശ്നമായേക്കാം. അല്ലാതെ കാര്യമായ തകരാറുകളൊന്നും തന്നെ ഉണ്ടാകില്ല. ഭീമാകാരമായ നക്ഷത്രങ്ങളുടെ ഉള്ളിലുള്ള ഇന്ധനം തീരുമ്പോൾ അവ വലിപ്പം വെച്ച് ചുവന്ന ഭീമൻ നക്ഷത്രങ്ങളായിട്ട് മാറുകയും കാലക്രമേണ അതിതീവ്രമായ വിസ്ഫോടനത്തിലൂടെ നശിക്കുകയും ചെയ്യും. ആ വിസ്ഫോടനമാണ് സൂപ്പർനോവ. ഈ ഗംഭീരമായ പ്രതിഭാസം കാണാൻ വളരെയധികം മനോഹരമായിരിക്കും. ഇങ്ങനെ സൂപ്പർനോവയുടെ വക്കിലെത്തി നിൽക്കുന്ന ധാരാളം നക്ഷത്രങ്ങളെ രാത്രി നമ്മുടെ ആകാശത്തിൽ കാണാൻ പറ്റും. അതിൽ ഏകദേശം 555 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഭീമൻ റെഡ് ജെയിന്റ് നക്ഷത്രമാണ് അൻഡേരസ്. അതിന് നമ്മുടെ സൂര്യന്റെ 680 മടങ്ങോളം വലിപ്പമുണ്ട്. ഈ നക്ഷത്രത്തിനടുത്ത 10 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വിസ്ഫോടനം സംഭവിക്കാം. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിൽ ഈ വിസ്ഫോടനത്തിന്റെ മനോഹരമായ ദൃശ്യം അവർക്ക് ആകാശത്തിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയും. മാസങ്ങളോളം സമയം വരെ അത് നമ്മുടെ ആകാശത്തിൽ തിളങ്ങി നിൽക്കും. പകൽ സമയത്തിൽ പോലും ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ തന്നെ കാണാൻ പറ്റും. അതത്രയേറെ പ്രകാശപൂരിതമായിരിക്കും. അതുപോലെ എപ്പോൾ വേണമെങ്കിലും സൂപ്പർനോവ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് ബീറ്റിൽജിയൂസ്, അതായത് നമ്മുടെ തിരുവാതിര നക്ഷത്രം. ഒരുപക്ഷെ ഇതിലേതെങ്കിലും നക്ഷത്രം, ഉദാഹരണത്തിന് അൻഡേരസ് നക്ഷത്രം 555 വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിത്തെറിച്ചുവെങ്കിൽ ആ വിസ്ഫോടനം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സൂപ്പർനോവ ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കാം. സാറ്റേൺ ഗ്രഹത്തിനെയാണ് സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമായിട്ട് പലരും പരിഗണിക്കുന്നത്. അതിന്റെ ദൃശ്യവിസ്മയം തീർക്കുന്ന വളയങ്ങൾ തന്നെയാണ് അതിനു കാരണം. മുഴുവൻ ഐസ് പദാർത്ഥങ്ങളും പാറക്കല്ലുകളുമൊക്കെ നിറഞ്ഞ ഈ വളയങ്ങൾ കാണാൻ അത്യധികം കൗതുകം തന്നെയാണ്. പക്ഷേ ഇനിയും 10 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സാറ്റേണിന്റെ ഈ മനോഹരമായ വളയങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഈ വളയങ്ങളെല്ലാം ഇപ്പോൾ പതിയെ പതിയെ സാറ്റേണിന്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും വരുന്ന ശക്തമായ അൾട്രാ വയലറ്റ് രശ്മികളും ചെറിയ മെറ്റിയോരോയിഡുകളുടെ പ്ലാസ്മ മേഘങ്ങളും കാരണം സാറ്റേണിന്റെ വളയങ്ങളിലുള്ള ഐസ് പദാർത്ഥങ്ങൾ ചാർജ്ഡ് ആകും. അങ്ങനെ ചാർജ് ആകുമ്പോൾ സ്വാഭാവികമായും അവ സാറ്റേണിന്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. ഒടുവിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ സാറ്റേണിന്റെ ധ്രുവപ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഈ പദാർത്ഥങ്ങൾ സാറ്റേണിന്റെ ഗ്രാവിറ്റി കാരണം അതിന്റെ ഉള്ളിലാകും. ഇങ്ങനെയാണ് സാറ്റേൺ അതിന്റെ വളയങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയയെ റിംഗ് റെയിൻ എന്നാണ് പറയുന്നത്. ഇത് വോയേജർ പേടകങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ശേഷം 1997 അയച്ച കസീനി പേടകത്തിലൂടെയാണ് അത് സ്ഥിരീകരിക്കുകയും എത്ര വേഗത്തിലാണ് അതിന്റെ വളയങ്ങൾ അപ്രത്യക്ഷമാകുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ റിംഗ് മഴ കാരണം സാറ്റേണിന്റെ വളയങ്ങളിൽ നിന്നും ഓരോ സെക്കൻഡിലും 10 ടൺ ഭാരത്തിന് തുല്യമായ അളവിലുള്ള പദാർത്ഥങ്ങളാണ് സാറ്റേണിൽ ചെന്ന് വീഴുന്നത്. ഈ ഒരു അളവിലാണെങ്കിൽ ഇനിയും 10 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സാറ്റേണിന്റെ വളയങ്ങളിലെ മുഴുവൻ പദാർത്ഥങ്ങളും ചെന്ന് സാറ്റേണിൽ പതിച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും സാറ്റേണിന്റെ റിംഗ്സ് രൂപം കൊണ്ടിട്ടും അധിക കാലമായിട്ടില്ല. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 1 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ വളയങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ സമയത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഭാഗ്യമാണ്. സാറ്റേണിന് വളയങ്ങൾ നഷ്ടമാകുമ്പോൾ മറ്റൊരു ഗ്രഹത്തിന് പുതിയ വളയങ്ങൾ ഉണ്ടാകും.
മാർസ് ഗ്രഹത്തിന് 2 ഉപഗ്രഹങ്ങളുണ്ട്, ഫോബോസും ദെയിമോസും. ഈ 2 ഉപഗ്രഹങ്ങളും ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് മാർസ് കടമെടുത്ത വസ്തുക്കളാണെന്നാണ് നിഗമനം. ഇതിൽ ദെയിമോസ് ആണ് ചെറുത്. ഏകദേശം 12.5 കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ വ്യാസം. ഇത് മാർസിൽ നിന്നും പതിയെ പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോബോസ് ആണെങ്കിൽ മാർസിന്റെ അടുത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനിയും ഏകദേശം 5 കോടി വർഷങ്ങൾക്കുള്ളിൽ ഒന്നുകിൽ അത് ചെന്ന് മാർസിന്റെ ഉപരിതലത്തിൽ പതിക്കും, അല്ലെങ്കിൽ മാർസിന്റെ ഒരുപാട് അടുത്തെത്തുമ്പോൾ ഗ്രാവിറ്റി കാരണം ഫോബോസ് പൊടിയുകയും പതിയെ അത് മാർസിന് ചുറ്റും ഒരു വളയമായിട്ട് മാറുകയും ചെയ്യും. കഴിഞ്ഞ വർഷം നാസയുടെ പെർസെവറൻസ് റോവർ പകർത്തിയ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതിൽ സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്ന ഈ വസ്തു ഫോബോസ് ആണ്. ഇനിയും 5 കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ കാഴ്ച പിന്നെ കാണാൻ പറ്റില്ല. പക്ഷേ അതിനു പകരം ചിലപ്പോൾ മനോഹരമായ ഒരു വളയം കാണാം. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ ഉൽക്ക വന്ന് ഭൂമിയിൽ പതിച്ചു. അനന്തരഫലമായി ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തു. ജ്യോതിശാസ്ത്രജ്ഞരുടെ നിഗമനപ്രകാരം 1 കിലോമീറ്റർ വലിപ്പമുള്ള ആസ്ട്രോയിഡുകൾ 5 ലക്ഷം വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. 2 കോടി വർഷങ്ങളുടെ ഇടവേളകളിൽ 5 കിലോമീറ്റേഴ്സ് വ്യാസമുള്ള ഒരു ഉൽക്ക വന്ന് പതിക്കുകയും ചെയ്യും. എന്നാൽ ദിനോസറുകളെ നശിപ്പിച്ച ഉൽക്കയുടെ വ്യാസം എന്നത് 10 കിലോമീറ്ററുകളിലും കൂടുതലായിരുന്നു. അത്രയും വലിപ്പമുള്ള ഭീമാകാരമായ ഉൽക്കകൾ ഏകദേശം 25 കോടി വർഷങ്ങളുടെ ഇടവേളകളിലാണ് സംഭവിക്കുന്നത്. അവസാനമായിട്ട് അത്തരം ഒരു ഉൽക്ക വന്ന് പതിച്ചത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. അതിനാൽ തന്നെ ഇനിയും ഏകദേശം 19 കോടി വർഷങ്ങൾക്കുള്ളിൽ 10 കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള മറ്റൊരു ഉൽക്ക വന്ന് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായും ആസ്ട്രോയിഡുകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ടെക്നോളജികൾ വികസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ മനുഷ്യരില്ലെങ്കിൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കും. അത്യധികം ഭീമാകാരമായ നക്ഷത്രങ്ങൾക്ക് വിസ്ഫോടനം സംഭവിക്കുമ്പോൾ അവ ബ്ലാക്ക് ഹോൾ ആയിട്ടോ അല്ലെങ്കിൽ ന്യൂട്രോൺ നക്ഷത്രമായിട്ടോ മാറും. അങ്ങനെ മാറുന്ന പ്രക്രിയക്കിടയിൽ അവയിൽ നിന്നും വളരെ ശക്തമായ ഒരുതരം ഊർജ പ്രവാഹമുണ്ടാകും. ഗാമ റേ ബസ്റ്റ് എന്നാണ് അതിന് പറയുന്ന പേര്. ഏതാനും ചില മില്ലി സെക്കൻഡുകൾ മുതൽ കുറച്ച് നിമിഷങ്ങൾ നേരത്തേക്ക് വരെ മാത്രമാണ് സാധാരണ GRBകൾ ഉണ്ടാകുന്നത്. അത്രയും ചുരുങ്ങിയ നേരത്തേക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂവെങ്കിൽ പോലും ഇതുവരെ നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഊർജ പ്രവാഹമാണ് GRB. ശക്തമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ അതിന്റെ ആയുസ് മുഴുവനും, അതായത് 1000 കോടി വർഷങ്ങൾ കൊണ്ട് പുറത്തുവിടുന്ന ഊർജത്തിന് തുല്യമായ ഊർജമാണ് ഏതാനും ചില സെക്കൻഡുകൾ കൊണ്ട് GRBയിൽ നിന്നും വമിക്കുന്നത്. ഓരോ ദിവസവും ഒരു പുതിയ GRB എങ്കിലും നമ്മുടെ സാറ്റലൈറ്റുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ GRBകളും മറ്റ് ഗാലക്സികളിൽ സംഭവിച്ചതാണ്. അത്തരം GRBകൾ നേരെ വന്ന് നമ്മുടെ ഭൂമിയിൽ പതിച്ചാലും നമുക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഏകദേശം 10,000 പ്രകാശ വർഷങ്ങൾക്കുള്ളിലുണ്ടായ ഒരു GRB നേരെ വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അത് ഭൂമിയിൽ വലിയൊരു സർവനാശത്തിനു കാരണമാകും. എന്നാൽ അത് നേരെ വന്ന് പതിക്കുക എന്നത് വളരെ വളരെ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ്. കുറവെന്ന് വെച്ചാൽ ഏകദേശം 50 കോടി വർഷങ്ങളുടെ ഇടവേളകളിലായിരിക്കും അങ്ങനെയൊരു GRB വന്ന് ഭൂമിയിൽ പതിക്കുന്നതെന്നാണ് നിഗമനം. ഭൂമിയിൽ ഇതുവരേക്കും ഏറ്റവും കുറഞ്ഞത് 5 തവണയെങ്കിലും മഹാവംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 44 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഓർഡോവീഷ്യൻ മാസ് എക്സ്റ്റിങ്ഷനാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ 2ാമത്തെ വംശനാശം. അന്നുണ്ടായിരുന്ന ഏകദേശം 85% ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. പലതരത്തിലുള്ള ചിപ്പികൾ, പവിഴപ്പുറ്റുകൾ, ബ്രാക്കിയോപോഡ്സ്, മത്സ്യങ്ങൾ തുടങ്ങി പല വർഗങ്ങളും നശിച്ചു. ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് കരയിലും ജീവൻ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ കരയിലുണ്ടായിരുന്ന 45% കൂടുതൽ ജീവനും നശിച്ചു. ഈ മഹാവംശനാശത്തിന്റെ കാരണം സൗരയൂഥത്തിനടുത്ത് നിന്നും വന്ന ഒരു GRB ആണെന്നാണ് കരുതുന്നത്. ഇനിയും അടുത്ത 50 കോടി വർഷങ്ങൾക്കുള്ളിൽ അത് വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ആരംഭഘട്ടത്തിലാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും ഉണ്ടായത്. ഭൂമി ഉണ്ടായ സമയത്തിൽ അത് വളരെ വേഗത്തിലാണ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിയിരുന്നത്.
വെറും 4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരു തവണ കറങ്ങിയിരുന്നു. അതായത് 4 മണിക്കൂറുകളായിരുന്നു ഭൂമിയുടെ ഒരു ദിവസം. എന്നാൽ ചന്ദ്രൻ ഉണ്ടായ ശേഷം ചന്ദ്രന്റെ ഗ്രാവിറ്റി കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത പതിയെ കുറയാൻ തുടങ്ങുകയും കാലക്രമേണ 450 കോടി വർഷങ്ങൾക്കു ശേഷം, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ കറക്കത്തിന്റെ വേഗത 24 മണിക്കൂറുകളായിട്ട് കുറയുകയും ചെയ്തതാണ്. ഇപ്പോഴും ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ ഒരു ദിവസം ഏകദേശം 30 മണിക്കൂറുകളായിരിക്കും. ഇനിയും 400 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമിയുടെ ഒരു ദിവസം 40 മണിക്കൂറുകളിലും കൂടുതലാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.